ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് ഈസി റെസിപ്പി, അത് ബ്രെഡ് പുഡിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് നമ്മുടെ പാനിലോട്ട് ഇട്ടാലോ. അത് നമുക്കിടാം. നമുക്ക് 3 സ്പൂൺ ഇടാവേ. ഒന്നാമത്തെ ഇട്ടു, ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇടാം, ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇടാം. ഓക്കെ, ഇനി നമുക്കിത് ഇച്ചിരി ക്യാരമലാക്കാവേ. നമുക്ക് തീ കത്തിച്ചാലോ അതിൻ്റെ. ഇവിടെ നമ്മുടെ തീ കത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം, ക്യാരമലാക്കി എടുക്കാം. അതെ ഗൈസ്, ക്യാരമലാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്താലോ. അതിപ്പോൾ ഇളക്കി കൊടുക്കുവാണ് ഗൈസ്. നമുക്ക് ഇളക്കി കൊടുക്കാം. പതുക്കെ അലിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതിപ്പോൾ ഇത് ഇളക്കാം ഗൈസ്. ഇത് ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ മെൽറ്റായിട്ട് വരുന്നുണ്ട് ഗൈസ്. സ്പൂണിൽ ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കാര്യമാണേ ഉള്ളൂ. ഇപ്പോൾ ഗൈസ് ഇവിടെ വെച്ചിട്ട് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്യുവർ ഗോൾഡ്, അതൊരു ഗോൾഡൻ കളർ ആകുന്ന വരുന്ന നമുക്കൊന്ന് നല്ലപോലെ ഇട്ട് ഇളക്കിയെടുക്കാവേ. അപ്പോൾ എൻ്റെ കൂടെ ചെറിയൊരു അബദ്ധം പറ്റി. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്തപ്പോൾ ഉടനെ ഇളക്കിയില്ല. അതുകൊണ്ട് അത് ഇച്ചിരി ഒട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് ഫുള്ളായിട്ട് പടർന്നില്ല. അപ്പോൾ ഇവിടെ പ്യുവർ ഗോൾഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ആ പാത്രത്തിലോട്ട് ഒഴിക്കാം. ഈ സമയത്താണ് എൻ്റെ കൂടെ അബദ്ധം പറ്റിയത്. ഞാൻ ഒഴിച്ചിട്ട് പെട്ടെന്നൊന്ന് കറക്കി എടുത്തില്ല, വട്ടത്തെടുക്കണം. അത് ഞാൻ ചെയ്തില്ല. ഞാൻ പതുക്കെ തട്ടി ഉള്ളതും കൂടെ ഒന്ന് വളച്ചെടുത്തിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ലെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ക്യാരമൽ ഉണ്ടാക്കിയത്. ആദ്യമായിട്ടാണ് ക്യാരമൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇത് വളച്ചെടുത്തപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞ് ശബ്ദമൊക്കെ വന്നായിരുന്നു ഗൈസ്. നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റും. ഈ സമയത്താണ് എൻ്റെ കൂടെ അബദ്ധം പറ്റിയത്. അതുകൊണ്ട് ഇച്ചിരി കട്ടയായിപ്പോയി. നമുക്ക് ഈ സ്പൂണോടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് വേണം, പിന്നെ നമുക്ക് മുട്ടയും പഞ്ചസാരയും പിന്നെ പാലും വേണം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്താലോ. നമുക്ക് 8 ബ്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളനുസരിച്ച് ബ്രെഡ് എടുക്കാം. ഇത് നിങ്ങൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് വെക്കുന്നതാണ്. അപ്പോൾ അതിന് ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. പക്ഷേ നല്ല തണുപ്പോടെ വെക്കല്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കണം. പക്ഷേ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാരമൽ ഇതാക്കാം, ക്യാരമൽ ചുറ്റിച്ചെടുക്കാൻ. ഇപ്പോൾ നമുക്ക് ബ്രെഡ് നമുക്ക് മിക്സിയിലോട്ട് ഇടാം. ഇച്ചിരി അധികം ഇടല്ലേ, അധികം ഇട്ട മിക്സിക്ക് അരച്ചെടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇച്ചിരി അധികം ഇട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം. 2 മുട്ട, പിന്നെ അതിൻ്റെ കൂടെ പാല്. ഒന്നാമത്തെ മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കൂടെ പൊട്ടിച്ചു കൊടുത്താലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പാൽ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി അല്ല, കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളൊന്ന് സ്പൂൺ കൊണ്ട് ഇച്ചിരി ഇളക്കി കൊടുത്തേക്കണം, അല്ലെങ്കിൽ മിക്സിക്ക് പറ്റത്തില്ല. നിങ്ങളുടെ മിക്സിക്ക് നല്ല പവർ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, അതുകൊണ്ട് ഇളക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇച്ചിരി മണത്തിന് വേണ്ടി ഇച്ചിരി ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ മിക്സിയിലോട്ട് വെച്ച് അരച്ചിക്കുന്നുണ്ട്. ഇതേപ്പോൾ നമ്മൾ 1ാം സ്റ്റെപ്പ് അടിച്ചു. നമുക്ക് നോക്കാം. ഇപ്പോൾ ഗൈസ് മിക്സി നല്ല പവർ എടുക്കുന്നുണ്ട്. എങ്ങനെ ഇരിക്കും ആർക്കറിയാം ഗൈസ്. ഗൈസ് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ക്യാരമൽ ഒഴിച്ച് വെച്ച പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്താലോ. അതുകൊണ്ട് ഇതുപോലെ ആയപ്പോൾ കട്ടയായപ്പോൾ ഗൈസ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വേവിക്കാത്ത ആ ക്യാരമൽ നിന്ന് അലിഞ്ഞിട്ട് പടർന്ന് കിട്ടിക്കോളും. ഡോണ്ട് വറി. ഒന്ന് അരിച്ചു കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ ഒരുമാതിരി കുഞ്ഞു പാത്രമല്ല എടുക്കാൻ നോക്കണം കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ വലിയ പാത്രത്തിൽ എടുക്കുവാണെങ്കിൽ ക്യാരമൽ കൊണ്ട് പടർന്ന് വരത്തില്ല. അതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി എൻ്റെ മണ്ടിലോട്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതിനകത്ത് കാറ്റൊന്ന് വെളി വരാൻ വേണ്ടി ഇതാക്കുക. പിന്നെ നിങ്ങൾ ഈ ബ്രെഡിൻ്റെ വലിയ പീസ് എല്ലാം കിടപ്പുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. അതൊരു കാര്യമാണ്. നമുക്ക് എൻ്റെ കൈ ഇതിൽ തൊടാതെ നമുക്ക് ഇന്ന് വെക്കാം. ഭയങ്കര ചൂടാണ് ഗൈസ്. ഇതിൻ്റെ അടി വെള്ളം വെച്ചിട്ട് നമ്മളിന്ന് ഇതാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ അടപ്പെടുത്ത് നമുക്കൊന്ന് അടച്ചു കൊടുത്തേക്കാം. നമുക്കിത് വെന്ത് കിട്ടുമ്പോൾ നോക്കാം ഗൈസ്. ഓക്കെ.
നമ്മളപ്പോൾ ഇവിടെ തുറന്നിട്ടുണ്ട്. നമുക്കിനി നോക്കാം. അത് നോക്കുമല്ല, നമ്മളിപ്പോൾ ഇച്ചിരി നേരം കൂടെ വെച്ചേക്കാം.